എല്ലാ ചലനങ്ങളെയും നമ്മൾ ചലനാത്മകമാണ്. അപ്പോൾ ആ മരണശേഷം ശക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു അടയാളമാണ്. ഈ ഒരു പോസിബിലിറ്റി, ഈ ഒരു സാധ്യതയെ കുറിച്ച് ഇവിടെ വെച്ച് നമ്മൾ അറിയണം. ഇതിവിടെ വെച്ച് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോഴേ തന്നെ അതിലൊരുങ്ങണം, ഇപ്പോഴേ തന്നെ ആ വിളി സ്വീകരിക്കണം, ഇപ്പോഴേ തന്നെ. ഇത് വിളി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള വിളിയാണ്. ആ വിളിക്കനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയണം. ഞാനിത് കുറച്ചൊക്കെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഇതിന്റെ ഒരു പ്രധാന മർമ്മം ഇതാണ് ഞാൻ പറഞ്ഞ് വീണ്ടും പറയുന്നത്. ആ ജ്ഞാനം നമ്മുടെ ആത്മാവിൽ പ്രവേശിക്കാൻ കഴിവുള്ളതാണ്. മനസ്സിലല്ല, ആത്മാവിൽ. മനസ്സിൽ പ്രവേശിക്കാം, പക്ഷേ അതുകൊണ്ട് പോരാ, അക്ഷയതയുള്ളതാണ്. അപ്പൊ നമ്മുടെ ആത്മാവ് മരിച്ചാലും മരിക്കാത്ത അക്ഷയമായ ആ ആത്മാവിനെ ഇന്ന് നമ്മൾ ഈ ജ്ഞാനം പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ മരണശേഷം അത് തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ മരണത്തെ കുറിച്ച് ഭയങ്കര സന്തോഷത്തോടെ ചിന്തിക്കുന്നു. 2 ദിവസം മുമ്പ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഞാൻ പറയും അവിടെ കുറച്ച് നേരം അവിടെ വെക്കുക, പറ്റി അങ്ങനെ ഒന്ന് വിശ്രമിക്കേണ്ടി. കാരണം ജീവിക്കുന്ന കാലത്ത് ഈ ഓട്ടം തന്നെയാണ്. അതുകൊണ്ട് അപ്പോൾ എന്നോട് തമാശക്ക് പറയേ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ചിലപ്പോൾ ഞാൻ മരിക്കാണ്ട് ഹാനോക്കിന്റെ മരുന്ന് പൊക്കിക്കൊണ്ട് പോയാലോ. ഇങ്ങനെയൊക്കെ ഞങ്ങൾ മരണത്തെക്കുറിച്ചും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചും പറയാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാൻ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര ബഹളം. അവിടെ കുറെ ആൾക്കാർ നേരത്തെ തന്നെ പത്രോസിനോട് പറഞ്ഞേക്കാൻ നമുക്ക് വലിയൊരു ബാനർ ഇടണം, വെൽക്കം തോമസ് പോൾ എന്ന് പറഞ്ഞു. അതെന്താ, ഞങ്ങളൊക്കെ കുറെ ആൾക്കാരെ അങ്ങനെ വചനം കേട്ട് അങ്ങനെ മനസാന്തരപ്പെട്ടുകൂടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തോമസ് പോളിനെ ഒരു വെൽക്കം പാർട്ടി വയ്ക്കണം. എന്ത് പറഞ്ഞു? നല്ല കാര്യം, നല്ല ഭാവനയാണോ അല്ലേ? അങ്ങനെ നമ്മൾ ഭാവനയിൽ കാണണം. കാരണം നമ്മളെ, ഞാൻ പറഞ്ഞു, നല്ല കള്ളൻ സ്വർഗത്തിൽ പോയി ഇല്ലേ? നല്ല കള്ളനെ പോലെ സ്വർഗത്തിൽ പോകാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, നീ ഒറ്റയ്ക്കാണോ വന്നേ? ആരെയും കൊണ്ടുവന്നിരിക്കുന്നു? നീ ഒരു ക്രിസ്ത്യാനിയായിട്ട് ആരെയും ഒരാത്മാവിനെയും എനിക്ക് വേണ്ടി നേടിയില്ലേ? ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നീ വെറുതെ നീ സ്വർഗത്തിൽ പറഞ്ഞ കാര്യമല്ല പ്രധാന വിഷയം. നീ സ്വർഗത്തിന് വേണ്ടി എന്ത് നേടി? നീ എത്ര ആത്മാവിനെ നേടി? നീ ഇവിടെ വരണമെങ്കിൽ മുമ്പ് നിന്നെ സ്വീകരിക്കാൻ ഇവിടെ സമൂഹത്തെ ഉണ്ടാക്കിയിട്ടുണ്ടോ? നീ ഒറ്റയ്ക്കാ വന്നേ. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും, ഭയങ്കര കഷ്ടപ്പെട്ടാ ഞാൻ തന്നെ ഇവിടെ വരുന്നത്. അതായിരിക്കും നമ്മുടെ ഉത്തരവെങ്കിൽ അതല്ല നമ്മുടെ വിളി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞാൻ തന്നെ എങ്ങനെയും എത്തിയത് എന്നല്ല പറയേണ്ടത്. മറിച്ച് നമ്മളിവിടെ പോകുന്നതിന് മുമ്പ് അനേകരെ അവിടേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് വലിയൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടാക്കി ലോകം മുഴുവനിലേക്ക് ഓണാക്കി വെച്ചുകൊണ്ട് പ്രവേശനം. നിങ്ങളുടെ വിചാരങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ തലന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇല്ലേ? നമുക്ക് നിരാശപ്പെടേണ്ട. നമ്മൾ ഇവിടുന്ന് വേഗമായി പോയാലും അവിടെ വലിയ സാധ്യതകളാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ ആശയത്തെ നിങ്ങൾ ഇനി കളിക്ക് വെച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ വായിച്ചു. കൊച്ചുരക്ഷപ്പുണ്യവതി ആയാലും അൽഫോൻസ് അമ്മ ആയാലും അമ്മ ത്രേസ്യ ആയാലും ഇവരുടെ എല്ലാം ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഈ അന്തോണീസ് മുന്നാളിലൊക്കെ ചെറുപ്പത്തിൽ മരിച്ചില്ലേ? ഫ്രാൻസിസ് അസീസി 46 വയസ്സിൽ മരിച്ചു. അന്തോണീസ് മുന്നാളിൽ അതിലും താഴെയുള്ള വയസ്സിൽ മരിച്ചു. അപ്പോൾ അവരെല്ലാം മരിക്കുന്നതിന് മുമ്പേ തന്നെ ഈ വലിയ ബോധ്യത്തിലാണ്. മരണം അവരെ സംബന്ധിച്ച് ഒരു ട്രാൻസ്ഫറാണ് ഹെഡ് ഓഫീസിലേക്ക്. മരണം എന്താ? ഹെഡ് ഓഫീസിലേക്ക്, മദർ ഹൗസിലേക്ക്, ജനറലിലേക്ക് ഒരു ട്രാൻസ്ഫർ.
ശരിയല്ലേ? എവിടെയാണ് നമ്മുടെ ഭവനം? നമ്മൾ ഒരു വഴി പറഞ്ഞിട്ടുണ്ടല്ലോ, എഫേസോസുകാരുടെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ, എഫേസോസുകാരുടെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വചനം പറയുകയാണ്, നിങ്ങൾ വിശുദ്ധരുടെ സഹപൗരനും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. വിശുദ്ധരുടെ സഹപൗരൻ, ദൈവഭവനത്തിലെ അംഗങ്ങൾ. ഓക്കെ, നമുക്കൊന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ ജ്ഞാനം നൽകണമേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ഇനി വീണ്ടും ജ്ഞാനത്തിലേക്ക് വരാം. 27-ാമത്തെ വചനം, ഏതെങ്കിലും സകലതും അവർക്ക് സാധ്യമാണ്. അടുത്ത ആഴ്ച പോകാം. അതെല്ലാവരും പറഞ്ഞേ, ഏതെങ്കിലും സകലതും അവർക്ക് സാധ്യമാണ്. 2 കൈകളിൽ വിരിച്ചു പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞ സകലതും ഉച്ചത്തിൽ, ഏതെങ്കിലും സകലതും അവർക്ക് ശരിക്കും സകലതും അവർക്ക് വേണം. ഞാൻ സകലതും അവർക്ക് സാധ്യമാണ്. ഞാനിത് മണിക്കൂറുകളോളം ഈ ഒറ്റ വചനം വെച്ച് പ്രാർത്ഥിക്കാതെ ആ ജ്ഞാനത്തെ എനിക്ക് നൽകണേ. സകലതും സാധ്യമാക്കുന്ന ജ്ഞാനം, സകലതും ഞാൻ സാധ്യമാക്കും, സകലതും സാധ്യമാക്കും. ഇനി എന്താ വേണ്ടത്? ഏതെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സാന്ദ്രവും നവീകരിക്കുന്നു. ആര് നവീകരിക്കുന്നുണ്ട്? നവീകരണം. അവൾ സാന്ദ്രവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവവിഗ്രഹങ്ങളും പ്രവാചകരുമാക്കുന്നു. 28, അത് അതിലും വലിയൊരു കാര്യം പറയാറുണ്ട്. ദൈവം എന്തിനേക്കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ, ദൈവം എന്തിനേക്കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ദൈവം, എല്ലാവരും കർമ്മീയത്തിൽ ശബ്ദം ഉയർത്തി സ്വീകരിച്ചുകൊണ്ട്, ദൈവം എന്തിനേക്കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠം. കാരണം പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ഇനി ഞാൻ 8-ാം അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ഭൂമി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അതാണ്, നീ ഭൂമിയുടെ ഉപ്പാണ്, നീ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറയുന്നു. ഒരറ്റം മുതൽ ഇവിടെ, അല്ലെങ്കിൽ വീണ്ടും കൊച്ചുത്രേസ്യ, ലിസിയിലെ കൊച്ചു ഗ്രാമത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച കൊച്ചുത്രേസ്യ ലോകം മുഴുവനുള്ള സകല ആത്മാക്കളെ സ്പർശിക്കുന്നു. ഞാൻ ഒരിക്കൽ അവിടെ കത്തീഡ്രലിൽ, കൊച്ചുത്രേസ്യ കുഞ്ഞായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചിരുന്ന കത്തീഡ്രലിൽ ഞാൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് അന്നൊരു ദിവസം മിഷൻ സൺഡേ ആയിരുന്നു. മിഷൻ സൺഡേ എന്ന് പറഞ്ഞാൽ കൊച്ചുത്രേസ്യ മിഷന്റെ മധ്യസ്ഥ കൂടിയായി. അപ്പൊ അവിടുത്തെ വികാരിയച്ഛൻ ഞാനുമായിട്ട് വലിയ പരിചയമാണ്. ഞാൻ എപ്പോഴും വരുന്നത് കൊണ്ട് എന്നെ കണ്ട ഉടനെ അദ്ദേഹം കുർബാന ആൾക്കാരെ ഇറങ്ങി വന്നിട്ട്, വെൽക്കം തോമസ് പോൾ. ഞാൻ എന്താണോ, എന്നിട്ട് അദ്ദേഹം പൊക്കിപ്പിടിച്ചിട്ട് പറയാണ്, ഇതാ ഇന്ന് മിഷൻ സൺഡേ ആയിട്ട് അങ്ങ് ഇന്ത്യയിൽ നിന്ന് ഒരു മിഷണറി ഇവിടെ വന്നിരിക്കുന്നു. നല്ലൊരു നിമിത്തമായിട്ട് തോന്നിയില്ലേ? കൊച്ചുത്രേസ്യ കൊണ്ടുവന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കുർബാനയിൽ പ്രത്യേകിച്ച് ലോകം മുഴുവനെയും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം
ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ അന്നത്തെ കുർബാനയെ പ്രത്യേകം ഓർക്കുകയാണ്. ഞാൻ ആ കുർബാന സമയം മുഴുവൻ ദൈവമേ, ഈ കുർബാന നീ അർപ്പിച്ചത് ലോകം മുഴുവൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഈ ആത്മാവിലൂടെ ലോകം മുഴുവനിലുള്ള എല്ലാ ആത്മാക്കളിലേക്കും ഇപ്പോ ഈ കുർബാനയുടെ കൃപാവരം ഒഴുകണം. കുർബാനയിൽ ഈ ഒഴുക്ക് തന്നെ എനിക്കത് ഭയങ്കര സന്തോഷം. അതേസമയത്ത് ഭയങ്കര വേദനയുണ്ട്. ആത്മാവ് ഒരു പൈപ്പ് ലൈൻ മാതിരി, ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുന്ന മാതിരി ഒരു ഒഴുക്ക്. നമ്മൾ ഒരാത്മാവ് അത് വിശ്വസിച്ചുകൊണ്ട് ഈ ബലിയിൽ പങ്കു ചെയ്യുമ്പോൾ ഈ ബലിയുടെ പ്രഭാവം ലോകം മുഴുവനിലേക്ക് ഒഴുകുന്നു. അതാണ് പറയുന്നത്, ഭൂമിയിൽ എല്ലാവരും ഏറ്റുപറഞ്ഞുകൊണ്ട് ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ഇപ്പോ എനിക്കറിയാം ചിലർക്കുള്ള ഒരു പ്രയാസം, ദൈവമേ കാലമത്തെ ഈ ബൈബിൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇതൊന്നും ഞാൻ വായിച്ചില്ലല്ലോ. കണ്ടോ, ഞാനും ഓർത്തത് സാരില്ല, ഇനിയുടെ സമയമുണ്ടല്ലോ. സമയം നമ്മൾ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. നമ്മുടെ സമയം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ചോ. ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മളിവിടെ നിന്ന് മരിക്കാന്ന് പറഞ്ഞാൽ വേഗം സ്വർഗത്തിലേക്ക് ട്രാൻസ്ഫർ ആവുന്നേ, ഹെഡ് ഓഫീസിലേക്ക് പോകും. പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കണേ? അതാണ് ആത്മസന്തോഷം എന്ന് പറയുന്നത്. ദൈവത്തോടൊത്ത് ജീവിച്ച് മൂന്നാമത്തെ വചനമായി അല്ലെങ്കിൽ 2 മുതൽ, ഞാൻ എവിടെ മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതി പറഞ്ഞു. ദൈവത്തോടൊത്ത് ജീവിച്ച് തൻ്റെ കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തും. ഇനി അടുത്ത 2 വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എല്ലാവരും ഒന്ന് കൈവീശിയേ. വീണ്ടും, എല്ലാറ്റിൻ്റെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ എല്ലാവരും, എല്ലാറ്റിൻ്റെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിൽ തുടർന്ന് പറയാണ് അടുത്ത വചനം. എല്ലാവരും വായിച്ച് അടിവരയിലെ 4ാമത്തെ വചനം. ദൈവത്തെ കുറിച്ചുള്ള, എല്ലാവരും കരമുയർത്തി, ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആദ്യവഴി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. എന്തൊരു വലിയ കാര്യമാണ്. ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് വേണമെങ്കിൽ എന്താ ദൈവത്തെ കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ? ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവാണ് നിത്യജീവൻ. ഈ ദൈവത്തെ കുറിച്ചുള്ള അറിവല്ലേ ഇന്ന് ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പൊ ആ അറിവ് വേണമെങ്കിൽ അതിന്റെ ആദ്യ വഴി എന്താണ്? ദൈവത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ അത് പഠിക്കണമെങ്കിൽ, അതറിയണമെങ്കിൽ ഇതാണ് നമ്മൾ ഈ ജ്ഞാനത്തിന്റെ ആദ്യം മുതൽ പഠിക്കുന്നതിന്റെ ഉദ്ദേശം. ഈ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുന്നത് നാളെ മുതൽ വരാനിരിക്കുന്ന വലിയ പ്രബോധനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഒരുക്ക ശുശ്രൂഷയാണ്. അതാണ് ഈശോ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് വെളിപ്പെടുത്തുന്നത്. ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഇത് ഒളിച്ചു വെച്ച് ശിശു
ശിശുക്കളെ പോലെയുള്ളവർക്ക് വെളിപ്പെടുത്തുന്നു. വെളിവ് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ പ്രവർത്തനം. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള അറിവ് മനുഷ്യന് ഉണ്ടാകേണ്ടത് ദൈവത്തിന് സന്തോഷകരമായ കാര്യമാണ്. ദൈവത്തെ കുറിച്ചുള്ള അറിവ് മാത്രമല്ല, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ വരെ ഏറ്റവും സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അക്ഷരാഭ്യാസം പോലും വേണ്ട. പല വിശുദ്ധന്മാരും ഒരു അക്ഷരാഭ്യാസമില്ലാത്ത വിശുദ്ധന്മാരായി. എന്നാൽ ദൈവത്തെ കുറിച്ചുള്ള അറിവിൽ വലിയ അഭ്യാസമാണ്. നമ്മൾ ഇത് മാത്രം. അപ്പൊ ഇത് പ്രത്യേകം നമ്മൾ ദാഹിക്കുക. ദൈവമേ, എനിക്ക് ഈ 9 ദിവസവും വേണ്ടത് ദൈവത്തെ കുറിച്ചുള്ള അറിവ്. ഞാൻ ഇന്നേവരെ അറിയാത്ത കാര്യങ്ങൾ എനിക്ക് അറിയണം. ഇന്നേവരെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് കൂടുതൽ വളർച്ച. അതിനുള്ള